ഞാനെടുത്തി. പിന്നെ ഇന്നലെ നമ്മളെ നാഗക്ഷേത്രത്തിലുള്ള മറ്റേ ദിവാരായിട്ട് നിങ്ങളെ കേളപ്പാടും തമ്മിൽ എന്തോ പ്രശ്നം എന്ന് പറയാം. അത് നാട്ടുപാട്ടല്ലേ? സംഭവം ഇന്നലെ ഞാൻ ഇങ്ങനെ ഉറങ്ങുമ്പോ ഉറക്കത്തില് സർപ്പം വന്നടോ. സർപ്പം പിന്നെ എനിക്ക് ഉറപ്പ് വരുന്നില്ല മക്കളെ. എങ്ങനെയല്ലോ നേരം വെളുത്ത് ഞാൻ കേളപ്പാട്ടിനോട് പറഞ്ഞ്, കേളപ്പാട്ടാ ഞാനിങ്ങനെ ഉറക്കത്ത് പിന്നെ സർപ്പത്തിനെ കണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ പിന്നെ നാഗക്ഷേത്രത്തിൽ പോയിട്ട് സർപ്പബലി കഴിക്കണം ജാനുവിൻ്റെ പേരിൽ. കേളപ്പാട്ടിന് എന്ത് പണിയെടുത്ത് മക്കളെ. കള്ളും കുടിച്ച് പോന്ന പോക്കില് നാഗക്ഷേത്രത്തിൽ പോയി റെസീറ്റ് ചെയ്യുന്നവന്റെ പേരെന്തേനും അതന്നെ ദിവാകരനോട് പറഞ്ഞ് ജാനുവിൻ്റെ പേരിലൊരു സർപ്പബലി എന്നും പറഞ്ഞ് 50 ഉറുപ്പ്യ കൊടുത്തു. അപ്പോൾ അവിടെ ദിവാകരൻ പറഞ്ഞ് 50 ഉറുപ്പ്യക്ക് പിന്നെ സർപ്പബലി കിട്ടുമല്ല 100 ഉറുപ്പ്യ. എന്നാ പിന്നെ സർപ്പബലി വേണ്ട, എന്നാ പിന്നെ ഒരു ചേര ബലിമായി. ബഹ്റൈനിൽ ഡ്രൈവറാണ് ലിഥിലാൽ. പണ്ടത്തെ കുസൃതികളുടെ തുടർച്ചയാണ് ജാനു തമാശകൾ. പണ്ട് അമ്മയൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, തമാശയാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പിന്നെ അമ്മമ്മയുടെ ശബ്ദം അനുകരിക്കും. ആ ശബ്ദമാണ് ഇന്ന് ജാനു, ഞാൻ അമ്മമ്മേൻ്റെ ചിരിതാന്ന് ഈ ഇതിൽ ഇടണ്ട എന്ന് തോന്നിയിട്ട് ഞാനത് അമ്മമ്മേൻ്റെ പേര് ജാനു എന്നാക്കി. ആ രീതി ജാനു തമാശ, അങ്ങനെയാണ് ഈ പേരും ജാനു തമാശ ആവുന്നത്. ആദ്യം ഞാൻ ഇത് വാട്സപ്പിലൂടെ ഓഡിയോ മാത്രമാണ് ഇത് ചെയ്തത്. പിന്നെ അത് ജ്യോതിഷുമായി പരിചയപ്പെട്ട് അതിൻ്റെ ആനിമേഷൻ രൂപത്തിൽ അമ്മമ്മേൻ്റെ ഒരു രൂപവും നല്ല രീതിയിൽ രൂപം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആ രൂപത്തിൽ ആനിമേഷൻ ചെയ്തു. ജാനുവടുത്ത് ഞാൻ കല്യാണ പെണ്ണിനെ കണ്ടിട്ടില്ല. കാണുമെന്നില്ലൂടെ ഒരു പെൻസില് പോലത്തെ പെണ്ണ. ആദ്യം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ വന്നാലാ കൈക്കൂന്നഞ്ഞ് പെണ്ണിന് വയസ്സം ഗ്യാസ് ആയിപ്പോയിക്കില്ല. ഇപ്പൊ ഒരു ചിരട്ടക്കണല് പോലത്തെ ചെക്കനെയാ കിട്ടിയെന്ന് പറയുന്നിട്ട്. ഫ്രണ്ട് വ്യൂ ആണ് ഞാൻ ആദ്യം ഡിസൈൻ ചെയ്തത്. അപ്പോൾ എന്നിട്ട് ഞാൻ ലിതിയായുടെ വാട്സപ്പിലൂടെ അത് അയച്ചു കൊടുത്തു. അന്ന് ലിതിയായുടെ ബഹറിലായിരുന്നു. അതിനുശേഷം അത് പിന്നെ അതിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ തിരുത്തി ഫൈനലായപ്പോഴാണ് ലിതിയാട്ടൻ പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മമ്മയുടെ ഫോട്ടോ അയച്ചു തരുന്നത്. യാദൃശികമായാണെങ്കിലും അത് വളരെ സാമ്യമുണ്ടായിരുന്നു, 2 പിക്ചറും. CD കടകളിൽ ജാനു തമാശകൾക്ക് വൻ ഡിമാൻഡാണ്. സൈബർ രംഗത്ത് ഈ ചെറുപ്പക്കാർ കണ്ടെത്തുന്നു ആക്ഷേപഹാസ്യത്തിൻ്റെ തലം. 2 ആഴ്ച കഴിഞ്ഞാൽ നിഥിലാൽ മടങ്ങിപ്പോകും. പക്ഷേ അതുവരെയുള്ള ദിവസങ്ങളെല്ലാം ജാനു തമാശകൾക്കുള്ള പ്രോഗ്രാം ബുക്ക്ഡാണ്. ഇന്ന പാട്ടൊന്നു പാടിയെന്നെ, ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഒന്ന് കേൾക്കട്ടെ. ഇപ്പം പാട്ടുമെല്ലാം പാടുമ്പോ സംഗതിയെല്ലാം വേണപ്പ. എനക്കുണ്ടോ സംഗതി? മകരം പിറന്നോരെ മാവ് പോത്തോ, മകരം പിറന്നോരെ മാവ് പോത്തോ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. പുകൈത പോത്തോ.